ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി നോക്കിയാലോ. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ചോറിനായിട്ട് നമ്മൾ മീൻകറി എടുത്തിട്ടുണ്ട്. മുളകിട്ട മീൻകറിയും അതേ മീൻ വെച്ചിട്ട് നമ്മൾ മീൻ വറുത്തത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരനും, കുറച്ച് ചോറും കുറേ കറിയായിട്ട് സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മൾ വൈകുന്നേരം ആയപ്പോൾ എന്തുണ്ടാക്കും, കടി എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുക. 2 ഏത്തപ്പഴം ഇരിപ്പുണ്ട്, അപ്പോൾ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് കയറി കുറച്ച് എണ്ണയിലിട്ട് നേരെ ആ നുറുക്കിക്കൂട്ടി ഏത്തപ്പഴം ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങയായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ അടി ഉണ്ടാക്കില്ലേ, അതേപോലെ അടി ഉണ്ടാക്കി നേരെ ഫില്ല് ചെയ്ത് നമ്മൾ ആവി പാത്രത്തിലോട്ട് വെച്ചു. അപ്പോൾ ഇഡലിത്തട്ടിൽ ഓരോന്നോരോന്നായിട്ട് വെച്ചതിന് ശേഷം അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചായ ഇടാം. ചായ എന്ന് വെച്ചാൽ കട്ടനും ഒരു പാൽ ചായയാണ് ഇട്ടത്. ഈ ചച്ചന് കട്ടൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ CBB ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു തോന്നൽ, ഒരു സന്ധ്യയാകുമ്പോൾ നമുക്കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, പുറത്തോട്ടിറങ്ങാൻ ഒരു തോന്നൽ വരും. ഒന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറയും. നമുക്ക് വെറുതെ ഇരിക്കൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ലേ. അതുകൊണ്ടാണ് എന്തായാലും നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റ് വരും. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കുറേ സാധനം എടുക്കാനൊന്നും അല്ല കേട്ടോ പോകുന്നത്. ആകെ 4 കൂട്ടം സാധനം എടുക്കാനാണ് പോകുന്നത്. അത് വേറൊന്നുമല്ല, അടുത്ത ദിവസം CBBക്ക് കൊണ്ടുപോകാൻ എന്തെടുക്കണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയെന്ന് അപ്പോഴാണ് ആലോചിക്കണേ. അപ്പോൾ ഈ CBB ആണെങ്കിൽ ട്രോളിയും കൊണ്ട് കസർത്താണ്. ട്രോളി കണ്ടാൽ പിന്നെ അവൻ വെറുതെ വിടില്ല, ട്രെയിൻ പോലെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ എടുക്കണം, എന്തൊക്കെയോ നടന്ന് ആലോചിച്ച് എടുക്കണോ വേണ്ടായോ എന്ന് ആലോചിച്ച് അങ്ങനെ 4 കൂട്ടം സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ 4 കൂട്ടം സാധനത്തിന് കുറേ സമയം പോയി. എന്നിട്ട് അങ്ങനെ വയറ് വിശക്കുന്നു എന്ന് പറഞ്ഞു. ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും നമ്മൾ ചായക്ക് ആ ലക്ഷ്യത്തിൽ ഇറങ്ങിയെങ്കിലും ചായ കുടിയല്ല, നമ്മുടെ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് പോകണമല്ലോ. അങ്ങനെ നമ്മൾ വയറ്റിലൂടെ ചായ പിടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പുട്ട് ആവി പറക്കുന്നു, ആളുകൾ ഓടുന്നു, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, ഒട്ടും സ്ഥലമില്ല. അങ്ങനെ ആലോചിച്ച് നിൽക്കാൻ ഞാൻ ഊഞ്ഞാലും കണ്ട് വെറുതെ വിട്ടില്ല. ഒന്ന് അടിയേക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ഓടിയേക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് നടന്നേക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ഇരുന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സീറ്റ് കിട്ടി. 2 ഫിൽറ്റർ കോഫിയാണ്, ഒരു കീമ പൊറോട്ടയാണ് പറഞ്ഞത്. ഈ ഫിൽറ്റർ കോഫിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ കെട്ടിയോ നേരെ എടുത്ത് കുടിച്ചു. പിന്നെ ഞാൻ പതിയെ ഫോട്ടോ ഒന്നും എടുക്കാൻ നടന്നില്ല, നേരെ ഞാനും എടുത്ത് കുടിച്ചു. എന്നിട്ട് ആ കീമ പൊറോട്ട സൂപ്പറായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. എന്നാൽ കീമ പൊറോട്ടയിൽ കീമയല്ല ചിക്കൻ കറി ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു സാധനം കഴിച്ചു, സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചൂടോടെ കഴിക്കണം. അത് ചീസ് പോക്കറ്റ് എന്ന് പറയും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നല്ല ക്രഞ്ചി ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുക, നല്ല ചൂട് കിട്ടി, എൻ്റെ വാ പൊള്ളിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ CBBയുടെ കളിയായിരുന്നു. അത് കഴിഞ്ഞ് കളിക്കാനും ഉണ്ട് ഇരിക്കാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു.